ഗുഡ് മോർണിംഗ് ഓൾ. നമ്മളിന്ന് മൊഡ്യൂൾ 2-ൽ നമ്മൾ 2 ടോപ്പിക്സ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പോളിനോമിയൽ റെപ്രസെൻറ്റേഷനും പിന്നെ സ്പാർസ് മെട്രിക്സും. അപ്പോൾ അതിൽ പോളിനോമിയൽ റെപ്രസെൻറ്റേഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ ഡേറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താ? സേ 2x² + 3x എന്നൊക്കെ എഴുതുന്ന എന്താണ്? ഒരു പോളിനോമിയൽ റെപ്രസെൻറ്റേഷൻ എക്സാമ്പിൾ അറിയാമല്ലോ പോളിനോമിയൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂഷ്വലി ഒരു അറേ വെച്ചിട്ടും പിന്നെ നമുക്ക് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് വെച്ചിട്ടും സ്ട്രക്ചർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ, നമ്മൾ സിയിൽ പഠിച്ച സ്ട്രക്ചർ ഒക്കെ ഇല്ലേ? അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പോളിനോമിയലിനെ നമ്മൾ നോർമലി നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആരെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? പോളിനോമിയലിനെ. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ എന്താണ്? അറേ അല്ലെങ്കിൽ നമ്മൾ സ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്നൊരു കോൺസെപ്റ്റിൻ്റെ കളക്ഷൻ നമ്മൾ യൂസ് ചെയ്യും. കാര്യം ഒന്നിൽ കൂടുതൽ പോളിനോമിയൽസ് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി കാണും. അപ്പോൾ എത്ര പോളിനോമിയൽസ് ആണ് ഉള്ളത് അത്രയും നമ്പർ ഓഫ് സ്ട്രക്ചേഴ്സ് നമുക്ക് വേണ്ടി വരും. അതുകൊണ്ട് കുറേ സ്ട്രക്ചേഴ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ അറേ ഓഫ് സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. അതൊക്കെ അറിയാമല്ലോ. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്കൊരു പോളിനോമിയലിനെ ഒരു അറേ വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അറേ എന്ന് പറയുമ്പോഴേക്കും അതിന് എന്ത് കാണും? അറേക്ക് എന്ത് കാണും? ഒരു ഇൻഡെക്സും കാണും. പിന്നെ ആ ഇൻഡെക്സിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവും കാണും അല്ലേ? ഒരു ഇൻഡെക്സും കാണും, ആ ഇൻഡെക്സിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഒരു വാല്യൂവും കാണും. സേ എ എന്നൊരു അറേ എടുക്കുകയാണെങ്കിൽ ആ അറേയുടെ ഒരു ഇൻഡെക്സ് പൊസിഷൻ കാണും. എ എന്നാണ് അറേയുടെ പേര്. അതിലേക്ക് നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ 10 ആണെങ്കിൽ 10 എന്ന് നമുക്ക് ഇങ്ങനെ എഴുതി വയ്ക്കാൻ പറ്റും. ഇതാണ് ഒരു നോർമൽ ഒരു അറേയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 എലമെൻറ്റ് ഉണ്ടെങ്കിൽ A(1) എന്നുള്ളൊരു ഇൻഡെക്സ് കാണും. ആ ഇൻഡെക്സിലേക്ക് നമ്മളൊരു ഡേറ്റ വാല്യൂ സ്റ്റോർ ചെയ്യും. അതിനെ നമ്മൾ 20 എന്ന് വിളിച്ചു അല്ലേ? അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ നോർമലി എന്ത് ചെയ്യുക? ഒരു അറേയെ നമ്മൾ നോർമലി റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരു പോളിനോമിയലിനെ നമ്മൾ ഈ അറേ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ പോളിനോമിയൽ എന്ന് പറയുമ്പോഴേക്കും ഈ ഒരു ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിനോമിയലിൻ്റെ ഒരു ജനറലൈസ്ഡ് റെപ്രസെൻറ്റേഷൻ ആണ്. n ടേംസ് ഉള്ളൊരു പോളിനോമിയൽ ആണെങ്കിൽ നമ്മളതിനെ എങ്ങനെ എഴുതും? an(x) പ്ലസ് അടുത്ത എലമെൻറ്റ് an-1 x(n-1), ദെൻ an-2 x(n-2), അങ്ങനെ കുറഞ്ഞ് അവസാനത്തെ ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a1 x(1) പ്ലസ് എന്ത് കൊടുക്കുക? a0 x(0). അപ്പോൾ ഈ x(0) എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. സോ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? a0 ആയിരിക്കും. ഇതാണ് ഒരു നോർമലി ഉള്ളൊരു പോളിനോമിയലിൻ്റെ റെപ്രസെൻറ്റേഷൻ. അറിയാമല്ലോ ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ എ പോർഷൻ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? കോഎഫിഷ്യൻ്റ് എന്ന് വിളിക്കും. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പോണൻറ്റ് പോർഷൻ എന്ന് വിളിക്കും അല്ലേ? സോ ഒരു എ എന്ന് പറയുന്നത് നമ്മുടെ കോഎഫിഷ്യൻ്റ് പോർഷനും എക്സിൻ്റെ പവർ വാല്യൂവിനെ വിളിക്കുന്ന പേരെന്താണ്? എക്സ്പോണൻ്റ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യൻറ്റും എക്സ്പോണൻറ്റും ആണ് ഒരു പോളിനോമിയലിൽ നമ്മുടെ കയ്യിലുള്ള ഡേറ്റ. ഒരു പോളിനോമിയലിൽ എന്ത് കാണും? പക്ഷേ നമ്മൾ 2x⁵5 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 2ഉം ഇവിടുത്തെ എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5ഉം. അപ്പം ഈ കോഎഫിഷ്യൻറ്റിനെയും എക്സ്പോണൻറ്റിനെയും നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം. അത് രണ്ടുമാണല്ലോ ഒരു പോളിനോമിയലിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഒരു 2D അറേ യൂസ് ചെയ്യാം. ആ അറേയിൽ നമ്മൾ അറേയുടെ ഇൻഡെക്സ് ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തായിരിക്കും? ഈ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻ്റ് എക്സ്പോണൻറ്റ് വാല്യൂസ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു അറേയുടെ വാല്യൂ അല്ലേ? നമുക്കൊരു അറേയിൽ 2 ഫീൽഡുകളാണ് ഉള്ളതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ഇൻഡെക്സും പിന്നെന്താണ്? ആ അറേയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ അല്ലേ? അപ്പം ഈ അറേയുടെ ഇൻഡെക്സ് ആവുന്നത് എന്തായിരിക്കും? നമ്മുടെ പോളിനോമിയലിൻ്റെ എക്സ്പോണൻറ്റ് പോർഷൻ ആയിരിക്കും. ഓക്കെ, ഇനി വാല്യൂ ആവുന്നത് എന്തായിരിക്കും? നമ്മുടെ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിരിക്കും എന്തായിട്ട് വരുന്നത്? ഈ ഒരു അറേയുടെ വാല്യൂ ആയിട്ട് വരുന്നത്. സിമ്പിൾ അല്ലേ? പക്ഷേ ഇവിടെ എക്സാമ്പിളായിട്ട് അവർ തന്നേക്കുന്ന ഒരു അറേ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? -10 + 3x + 5x². ഇതാണ് നമുക്കൊരു അറേയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യേണ്ട പോളിനോമിയൽ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മളിതിനെ റെപ്രസെൻറ്റ് ചെയ്യും? അറേയിൽ 0th ഇൻഡെക്സിൽ വരുന്നത് എന്തായിരിക്കും? ഇവിടുത്തെ 0th കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള വാല്യൂ. ഇവിടുത്തെ കോഎഫിഷ്യൻ്റ് 0 ആയിട്ടുള്ള എക്സ്പോണൻ്റ് 0 ആയിട്ടുള്ള വാല്യൂ എന്താണ്? -10 x⁵0 അല്ലേ? x⁵0 ആണ് നമ്മൾ -10 എന്ന് എഴുതിയേക്കുന്നത്. സോ അപ്പം എന്താണ് 0th ഇൻഡെക്സിൽ വരുന്നത്? എക്സ്പോണൻ്റ് 0 ആയിട്ടുള്ളതിൻ്റെ കോഎഫിഷ്യൻ്റ് പാർട്ട്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? -10. അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് എന്താണ്? നമ്മുടെ എക്സ്പോണൻ്റ് 1 ആയിട്ടുള്ള ഡേറ്റയുടെ സെഗ്മെൻറ്റിൻ്റെ കോഎഫിഷ്യൻ്റ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ് അല്ലേ? ഇനി ഈ അറേയുടെ രണ്ടാമത്തെ ഇൻഡെക്സ് 0, 1, 2 സെക്കൻഡ് ഇൻഡെക്സിൽ വരുന്ന എന്തായിരിക്കും? എക്സ്പോണൻ്റ് 2 ആയിട്ടുള്ള എക്സിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻ്റ്. അതെന്താണ്? 5. സോ നമ്മുടെ അറേ ഇങ്ങനെയായിരിക്കും കാണാനായിട്ടുണ്ടാവുക. അപ്പോൾ നോക്കിക്കേ, ഓരോ ഇൻഡെക്സിലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ എക്സ്പോണൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻ്റ് വാല്യൂ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു അറേ വെച്ചിട്ട് നമ്മൾ എന്തിനെ സ്റ്റോർ ചെയ്യുമ്പം ഒരു പോളിനോമിയലിനെ സ്റ്റോർ ചെയ്യുമ്പോഴേക്കും നമ്മളിങ്ങനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ
ഈ ഒരു പോളിനോമിയലിൽ 3 ഫീൽഡുകളാണുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇൻറ്റ് പോളിനോമിയൽ ഓഫ് 3 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഒരു പോളിനോമിയൽ എന്നുള്ളൊരു അറേ ക്രിയേറ്റ് ചെയ്തു. ഇൻഡെക്സ് എത്രയാണ്, 3 ആണ്. സോ നമ്മുടെ റേഞ്ച് ചെയ്യുന്ന ഇവിടെ നിന്നായിരിക്കും 0 മുതൽ 2 വരെയുള്ള വാല്യൂസ് ആയിരിക്കും നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇൻഡെക്സ് വാല്യൂസ് ആയിരിക്കും നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അവിടെ 0th ഇൻഡെക്സിൽ നമ്മളുടെ എക്സ്പോണൻറ്റും 0 ആയിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടുത്തെ കോഎഫിഷ്യൻറ്റ് -10 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്, -10. മാഗ്നിറ്റ്യൂഡ് അങ്ങനെ തന്നെ എഴുതണം, 10 എന്ന് എഴുതിയിട്ട് കാര്യമില്ല, -10 എന്ന് തന്നെ എഴുതണം. നെക്സ്റ്റ് കോഎഫിഷ്യൻറ്റ് 1 ആയി വരുന്നിട്ടുള്ള വാല്യൂ, കോഎഫിഷ്യൻറ്റിലെ എക്സ്പോണൻറ്റ് 1 ആയിട്ടുള്ള വാല്യൂ, അവിടുത്തെ കോഎഫിഷ്യൻറ്റ് എത്രയാണ്, 3 ആണ്, അത് കൊടുത്തു. അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പോണൻറ്റ് 2 ആയിട്ടുള്ള വാല്യൂ. എക്സ്പോണൻറ്റ് 2 ആയിട്ടുള്ള കോഎഫിഷ്യൻറ്റ് എത്രയാണ്, 5 ആണ്. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അറേ റെപ്രസെൻറ്റേഷൻ. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ? ഓക്കെ, അപ്പോൾ സപ്പോസ് നമ്മുടെ അറേയുടെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഒരു n സൈസിലുള്ള അറേയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ പോളിനോമിയലിൻ്റെ ആദ്യത്തെ വാല്യൂ എന്തായിരിക്കും, എക്സ്പോണൻറ്റ് 0 ആയിട്ടുള്ള പോളിനോമിയലിൻ്റെ പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, a0 x⁻⁴ അല്ലേ. അപ്പോൾ എന്താണ്, പോളിനോമിയലിലെ ആദ്യത്തെ എലമെൻറ്റ് 0th ഇൻഡെക്സിൽ ആരായിരിക്കും വരിക, a0. ദെൻ രണ്ടാമത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, a1 x⁻1 അല്ലേ. അപ്പോൾ ഇവിടുത്തെ എക്സ്പോണൻറ്റ് 1 ആണ്. സോ നമ്മുടെ അറേയുടെ ഇൻഡെക്സ് 1 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻറ്റ് എത്രയാണ്, a1 ആണ്. സോ a1 ആയിരിക്കും നെക്സ്റ്റ് എലമെൻ്റ് ആയിട്ട് വരിക. അടുത്ത എലമെൻറ്റ് എന്താണ്, a2 x². ഓക്കെ, അപ്പോൾ എന്താ കൊടുക്കുന്നത്, ഇവിടുത്തെ എക്സ്പോണൻറ്റ് എത്രയാണ്, 2 ആണ്. സോ അറേയുടെ ഇൻഡെക്സ് 2 ആയിട്ടുള്ള കോഎഫിഷ്യൻറ്റ് കൊടുക്കുക. കോഎഫിഷ്യൻറ്റ് എത്രയാണ്, a2. സോ ഇങ്ങനെ പോയി നമ്മുടെ അറേയുടെ സൈസ് എന്താണ്, n ആണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ, a⁻n x⁻n വരെ പോവും അല്ലേ. അപ്പോൾ എന്താണ്, an nth എക്സ്പോണൻറ്റും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഎഫിഷ്യൻറ്റ് എന്താണ്, a⁻n. സോ ഇങ്ങനെയായിരിക്കും നമ്മുടെ അറേയുടെ സ്ട്രക്ചർ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, ഹൗ പോളിനോമിയൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് ആൻ അറേ എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്ക് എഴുതണം. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്ന പോളിനോമിയലിനെ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. എന്ത് വെച്ചിട്ടാണ്, ഒരു അറേ വെച്ചിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആഡ് ചെയ്യണം, പോളിനോമിയൽ അഡീഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താ ചെയ്യാൻ പോകുന്നത്, 2 പോളിനോമിയൽസിനെ തമ്മിൽ ആഡ് ചെയ്യണം ബൈ യൂസിങ് അറേ. ഓക്കെ, ബൈ യൂസിങ് അറേ. ഈ സെയിം സംഭവം തന്നെ നമുക്ക് എന്തിൽ പഠിക്കാനുണ്ട്, ലിങ്ക്ഡ് ലിസ്റ്റിലും സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ട് കോൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അറേ റെപ്രസെൻറ്റേഷനിൽ 2 പോളിനോമിയൽസ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് പോളിനോമിയലിനാണോ ഹൈയസ്റ്റ് ഡിഗ്രി ഉള്ളത് അതായിരിക്കണം നമ്മുടെ അറേയുടെ സൈസ്. 2 പോളിനോമിയലിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് 2 അറേ വേണം. ആ 2 അറേയുടെയും സൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, നമ്മുടെ ഈ 2 പോളിനോമിയലിൽ ആർക്കാണോ ഹൈയസ്റ്റ് ഡിഗ്രി ഉള്ളത് ആ സൈസിലുള്ള 2 അറേ വേണം നമ്മൾ ഈ 2 പോളിനോമിയലിനെയും സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുക്കാൻ. ഓക്കെ, സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, എൻ്റെ കയ്യിൽ ഫസ്റ്റിലത്തെ പോളിനോമിയൽ a1 ഞാൻ നമ്പർ തന്നെ കൊടുക്കാം, 10x² + 3x³ ഇങ്ങനെ കൊടുക്കുക. അതൊരു പോളിനോമിയൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 2x + 3 ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ പോളിനോമിയലിൻ്റെ സൈസ് എന്തായിരിക്കണം, ഇവിടെ നമുക്ക് ആക്ച്വലി 2 പോളിനോമിയൽസ് ഉണ്ട്. ഇതിനെ P1 എന്ന് വിളിച്ചു, ഇതിനെ ഏത് പേര് വിളിച്ചു, P2 എന്ന് വിളിച്ചു. അപ്പോൾ ഇതിനകത്ത് ഹയസ്റ്റ് ഡിഗ്രി ആർക്കാണ് ഉള്ളത്, ഇവിടുത്തെ ഈ ഒരു പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, മാക്സിമം എക്സ്പോണൻറ്റ് വാല്യൂ എത്രയാണ് വന്നിരിക്കുന്നത്, ഇവിടെ 1 ആണ് വന്നിരിക്കുന്നത് അല്ലേ. ഈ പോളിനോമിയൽ ഡിഗ്രി 1 ആണ്. നെക്സ്റ്റ് സെക്കൻഡ് പോളിനോമിയൽ നോക്കാം. അവിടുത്തെ ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ 2 വന്നു 3 വന്നു. സോ എമംഗ് ദിസിൽ ഹയസ്റ്റ് എന്താണ്, 3 ആണ്. സോ ഫസ്റ്റ് പോളിനോമിയൽ ഇസ് ഹാവിങ് എ ഡിഗ്രി ഓഫ് 3 ആൻഡ് ദ സെക്കൻഡ് പോളിനോമിയൽ ഇസ് ഹാവിങ് എ ഡിഗ്രി ഓഫ് 1 ആണല്ലോ. ഇപ്പോൾ ഇതിൽ ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ആണ്. അതുകൊണ്ട് നമ്മൾ ഈ 2 പോളിനോമിയൽസിനെ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി തരുവാണെങ്കിൽ നമ്മൾ എടുക്കുന്ന, അതായത് ഈ 2 പേരെയും സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അറേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, ഇവർ 2 പേരിലും ആരാണോ ഹയസ്റ്റ് വാല്യൂ അതായിരിക്കണം നമ്മളുടെ 2 അറേയുടെയും സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് വാല്യൂ എന്താണ്, 3 ആണ്. അപ്പം നമുക്ക് നോക്കിക്കേ, 4 എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു അറേ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഫസ്റ്റ് പോളിനോമിയലിന് വേണ്ടി സെറ്റ് ചെയ്യാൻ. ആ സെയിം സൈസിലുള്ള അറേ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സെക്കൻഡ് പോളിനോമിയലിന് വേണ്ടിയിട്ടും സെറ്റ് ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മൾ പോളിനോമിയൽ അഡീഷൻ യൂസിങ് അറേയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം. ഓക്കെ, അപ്പോൾ നോക്കി ഇവിടെ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. ഈ ഒരു എക്സാമ്പിളിനകത്ത് എന്താ തന്നിരിക്കുന്നത്, 2 പോളിനോമിയൽസ് ഉണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോളിനോമിയൽ ഓഫ് ഡിഗ്രി 3 ആണ് ആൻഡ് ദ സെക്കൻഡ് പോളിനോമിയൽ ഈസ് ഓഫ് ഡിഗ്രി 2 ആണ് അല്ലേ. അപ്പോൾ ഇതിനെ തമ്മിൽ നമ്മൾ ഈ 2 പോളിനോമിയൽസിലും തമ്മിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഈ ഫസ്റ്റ് പോളിനോമിയലിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അറേയും സെക്കൻഡ് പോളിനോമിയലിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അറേയുടെയും സൈസ് എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹയസ്റ്റ് ഡിഗ്രി എത്രയാണ്, 3 ആണ്. സോ നമ്മുടെ 4 പോളിനോമിയലിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു അറേ വേണം. ആ അറേയുടെ സൈസ് എന്തായിരിക്കണം, 3 ആയിരിക്കണം. ഇറസ്പെക്റ്റീവ് ഓഫ് സ്മോൾ സൈസ് ആണോ ലാർജ് സൈസ് ആണോ ഒന്നും നോക്കണ്ട, ഏറ്റവും ലാർജസ്റ്റ് ഡിഗ്രി ആർക്കാണോ ഉള്ളത് ആ സൈസിൽ വേണം 2 അറേയും നമ്മൾ 2 പോളിനോമിയലിനെ നമ്മൾ അറേയിൽ സേവ് ചെയ്ത് വെക്കാം. ഓക്കെ,
റൈറ്റ് ദ പോളിനോമിയൽ x3 വിത്ത് ഡിഗ്രി മാക്സിമം ഡിഗ്രി ഓഫ് x1 ആൻഡ് ഡിഗ്രി ഓഫ് x2. അതായത് x1ലും x2ലും ആരാണോ ഏറ്റവും വലുത് ആ സൈസിൽ വേണം നമ്മളുടെ റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ള പോളിനോമിയലും അതേപോലെ തന്നെ ഈ രണ്ട് പോളിനോമിയൽസിനെ സ്റ്റോർ ചെയ്യാനുള്ള അറേയും നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോളിനോമിയലിനെ നമ്മൾ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു നോക്കാം. സോ ഫസ്റ്റ് പോളിനോമിയൽ നമുക്കറിയാം ഇവിടെ 0th പൊസിഷനിൽ ഒന്നുമില്ല, 3x⁻1 ഉള്ളത്. അതുകൊണ്ട് അതിൻ്റെ കോഎഫിഷ്യനും 0 ആണ്, എക്സ്പൊണൻറ്റും 0 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ആക്ച്വലി 3x⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0x⁻0ക്ക് ഈക്വലൻ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും നെക്സ്റ്റ് പൊസിഷനിൽ നമ്മൾ കൊടുക്കുന്നത് എന്തായിരിക്കണം? 3x⁻1. അത് നമുക്ക് ഓൾറെഡി ഉള്ള ഡേറ്റയാണ്. നെക്സ്റ്റ് x² വാല്യൂ, ദെൻ 5x² കൊടുത്തു, പ്ലസ് എന്ത് കൊടുത്തു? 7x3. സോ ഉള്ള എല്ലാ ഡേറ്റാസും അങ്ങനെ തന്നെ കൊടുത്തു. നമുക്ക് ഇതിന് ഫസ്റ്റ് പോളിനോമിയൽ ഡിഗ്രി 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 4 എലമെൻറ്റ്സിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു അറേ വേണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, 0 മുതൽ 3 വരെ അല്ലേ. അപ്പോൾ സെക്കൻഡ് പോളിനോമിയലിൻ്റെ സൈസ് 2 ഉള്ളൂ. പക്ഷേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അറേയുടെ സൈസ് എന്തായിരിക്കണം? ദാറ്റ് മസ്റ്റ് ബി ഡെഫിനറ്റ്ലി അതിൻ്റെ സൈസ് എന്തായിരിക്കണം? അറേയുടെ സൈസ് എന്തായിരിക്കണം? 4 ആയിരിക്കണം. ബിക്കോസ് നമുക്ക് 0 മുതൽ 3 വരെയുള്ള വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ കേസിൽ നമ്മുടെ സെക്കൻഡ് പോളിനോമിയലിൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമുക്ക് 10x എന്നാണ് ആദ്യത്തെ എലമെൻറ്റ് കിടക്കുക അല്ലേ. 10x⁻0, 10 എന്നാണ് ആദ്യത്തെ വാല്യൂ കിടക്കുക. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? 10x⁻0 ആണ്. അപ്പോൾ x⁻0യിൽ വാല്യൂ ഉണ്ട്. നമ്മുടെ സെക്കൻഡ് പോളിനോമിയൽ കണ്ടപ്പോൾ മനസ്സിലായോ? 10 + 3x + 5x² എന്നാണ് സെക്കൻഡ് പോളിനോമിയൽ കിടക്കുക അല്ലേ. അപ്പോൾ ഈ പോളിനോമിയലാണ് നമ്മൾ അറേയിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 10x എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി 10, പിന്നെന്താണ്? എക്സിൻ്റെ പവർ വാല്യൂ എന്താണ്? 0 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? അതാണ് നമ്മുടെ ആദ്യത്തെ ടേം എന്താണ്? 10 കൊടുത്തു, അത് ഓൾറെഡി ഉള്ളതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെക്സ് 1ലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യണം. 1ലേക്ക് സ്റ്റോർ ചെയ്യുന്നത് പവർ 1 ആയിട്ടുള്ള ടേമാണ്. സോ പവർ 1 ആയിട്ടുള്ള ടേം ആരുടെ ടേമാണ്? 3യുടെ ടേമാണ്, അത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? സെക്കൻഡ് ടേം, അതായത് നമ്മളുടെ അറേയിലെ സെക്കൻഡ് ഇൻഡെക്സിലേക്ക് സ്റ്റോർ ചെയ്യുന്ന വാല്യൂ, അതിൻ്റെ ഇൻഡെക്സ് എന്താ? ഇൻഡെക്സ് 2 ആയതുകൊണ്ട് പവറും സെയിം ആയിരിക്കണം. സോ നമ്മൾ എന്ത് ചെയ്തു? 5x² സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ഇൻഡെക്സ് പൊസിഷനിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ട എന്താണ്? എക്സ്, അതായത് എക്സിൻ്റെ പവർ വാല്യൂ 0 ആയിട്ടുള്ള ടേം. അവിടെ അങ്ങനെ ഒരു ടേം ഇല്ലാത്തതുകൊണ്ട് നമ്മളതിനെ എങ്ങനെ എഴുതാം? ഒരു കോഎഫിഷ്യൻറ്റും ഇല്ല. സോ x⁻3 ഒരു കോഎഫിഷ്യനും വരുന്നില്ല. സോ 0 × x⁻3 ഇൻ എഫക്റ്റ് ഇത് എന്താണ്? 0 തന്നെയാണല്ലേ. അപ്പോൾ നമ്മളവിടെ എന്ത് എഴുതി? വാല്യൂ 0 കൊടുത്തു. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ ഒരു അറേ അഡീഷനിൽ അല്ലെങ്കിൽ അറേ ആയിട്ട് നമ്മൾ ഈ പൊളിനോമിയൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. 2 പൊളിനോമിയൽസ് ആഡ് ചെയ്യാൻ വേണ്ടി തരുവാണെങ്കിൽ വി ഹാവ് ടു ചെക്ക് വിച്ച് പൊളിനോമിയൽ ഈസ് ഹാവിങ് ദ ഹയസ്റ്റ് ഡിഗ്രി. ആ ഹയസ്റ്റ് ഡിഗ്രിയുള്ള പൊളിനോമിയൽ ഏതാണോ ഉള്ളത് ആ ഒരു സൈസിൽ വേണം നമ്മളുടെ ആഡ് ചെയ്യാൻ പെടാനുള്ള 2 പോളിനോമിയൽസും നമ്മൾ അറേയിൽ സെറ്റ് ചെയ്യാൻ. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടുന്ന ആൻസറിൻ്റെ സൈസ്, അല്ലെങ്കിൽ ആൻസർ ഒരു അറേയിലായിരിക്കുമല്ലോ സ്റ്റോർ ചെയ്യുക. 2 അറേസ് തമ്മിലുള്ള അഡീഷനാണ് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആൻസർ സ്റ്റോർ ചെയ്യുന്ന അറേയുടെ സൈസും എന്ത് തന്നെയായിരിക്കും? നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ലാർജസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് ഡിഗ്രി ഡയമെൻഷനിലുള്ള അറേയുടെ സൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമ്പിളിനകത്താണെങ്കിൽ 4 എലമെൻ്റ് ഉള്ള ഒരു പോളിനോമിയലാണ് നമ്മുടെ കയ്യിൽ വരുന്നത് മാക്സിമം. അപ്പോൾ അതിൻ്റെ ആൻസറും എന്ത് തന്നെയായിരിക്കും? മാക്സിമം അതിൻ്റെ ഇൻഡെക്സ് എന്തായിരിക്കും? 0 മുതൽ 3 വരെ റേഞ്ച് ചെയ്യുന്ന 4 എലമെൻ്റ് ഉള്ള ഒരു അറേ ആയിരിക്കും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി അഡിഷൻ പ്രോസസ്സിലേക്ക് പോകാം. അഡിഷൻ പ്രോസസ്സ് ഇനി ഭയങ്കര എളുപ്പമല്ലേ. സോ ഇത് നമ്മളുടെ ഫസ്റ്റ് അറേ നമ്മൾ x1 എന്ന് വിളിച്ചു, സെക്കൻഡ് അറേ നമ്മൾ x2 എന്ന് വിളിച്ചു. ഇപ്പോൾ അറേ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയൊരു അറേ ഉണ്ട്, ആൻസർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു അറേ ഉണ്ട്, അതിനെ നമ്മൾ x3 എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേഗം പറഞ്ഞേ, നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തായിരിക്കും? x1ൻ്റെ ഏത് ഇൻഡെക്സ് ആയിരിക്കും? 0th ഇൻഡെക്സും അതേപോലെ തന്നെ x2ൻ്റെ ഏത് ഇൻഡെക്സ് ആയിരിക്കും? 0th ഇൻഡെക്സും ആയിരിക്കില്ലേ. x1 x2ൻ്റെ സെയിം ഇൻഡെക്സുകൾ തമ്മിലായിരിക്കും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? ആഡ് ചെയ്യുന്നത്. അപ്പം x1ൻ്റെ 0th ഇൻഡെക്സിലുള്ള വാല്യൂ എന്താണ്? 0. x2ൻ്റെ 0th ഇൻഡെക്സിലുള്ള വാല്യൂ എന്താണ്? 10. അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? 10 എന്നുള്ള ആൻസർ കിട്ടും ആണല്ലോ. അടുത്ത എലമെൻറ്റ് നമ്മുടെ റിസൾട്ടിങ് അറേയുടെ പേരെന്താണ്? x0 ആണ്. അപ്പം x3യുടെ 0th ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x1ൻ്റെ 0th വാല്യൂവും x2ൻ്റെ 0th വാല്യൂവും തമ്മിൽ ആഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ x3 സ്റ്റോർ ചെയ്യുന്നത് ആണല്ലോ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് എലമെൻറ്റ്, അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് x3യുടെ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x1ൻ്റെ ഫസ്റ്റ് എലമെൻറ്റും x2ൻ്റെ ഫസ്റ്റ് എലമെൻറ്റും തമ്മിൽ ആഡ് ചെയ്തതായിരിക്കും എന്തെന്ന് പറയുന്നത്? നെക്സ്റ്റ് നമ്മുടെ റിസൾട്ടിൻ്റെ രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയായിരിക്കും x3യുടെ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x1ൻ്റെ സെക്കൻഡ് എലമെൻറ്റും x2ൻ്റെ സെക്കൻഡ് എലമെൻറ്റ് തമ്മിൽ ആഡ് ചെയ്ത വാല്യൂ ആയിരിക്കും x3 പോവുക. ഇനി നമുക്ക് ഒരാളും കൂടെ ഉള്ളൂ, x4 അല്ലേ. x4 ഓഫ് മീൻസ് ഓക്കെ, x3യുടെ ഫോർത്ത് ലൊക്കേഷൻ, x3 ഓഫ് 1 2 3 തേർഡ് ലൊക്കേഷൻ. ഓക്കെ, സോ x3 ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? x1ൻ്റെ തേർഡ് ലൊക്കേഷനും x2ൻ്റെ തേർഡ് ലൊക്കേഷനും തമ്മിൽ ആഡ് ചെയ്യുന്ന വാല്യൂ ആയിരിക്കും x3 ഓഫ് 3 നമ്മൾ പോകാം. ഞാൻ ഇവിടെ ഒരു ഡിസ്ട്രാക്ഷൻ വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കിയതുകൊണ്ടാണ്.
ഓക്കെ, അപ്പോൾ നോക്ക്, അപ്പോൾ ഇങ്ങനെയായിരിക്കും എന്ത് ചെയ്യുന്നത്, നോർമൽ അഡീഷൻ നടക്കുക. അപ്പോൾ എന്താണ്, ഓരോ അറേയുടെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ, അതായത് 0 0 തമ്മിൽ ആഡ് ചെയ്യുന്നത് 0യിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്, 1 1 ആഡ് ചെയ്യുന്നത് 1ലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ പണ്ട് പഠിച്ച മെട്രിക്സ് അഡീഷൻ ഓർമ്മയില്ലേ, ആ സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, വൈൽ അതായത് നമ്മുടെ മാക്സിമം സൈസിനെയാണ് നമ്മൾ എം എന്ന് വിളിച്ചത്. അപ്പോൾ നമ്മുടെ കയ്യിൽ 2 ഇൻഡെക്സ് ഉണ്ടെന്ന് വെച്ചോ. നമ്മുടെ കയ്യിൽ ഒരു പോളിനോമിയലുണ്ട് P1, അതിൻ്റെ ഡിഗ്രി എമ്മും ദെൻ പോളിനോമിയൽ 2ൻ്റെ ഡിഗ്രി എന്നും ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യും എന്താ, ഇഫ് എം ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ നമ്മളുടെ മാക്സിമം സൈസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, എം ആയിരിക്കും. അല്ല എങ്കിൽ നമ്മുടെ മാക്സിമം സൈസ് എന്തായിരിക്കും, എൻ ആയിരിക്കും. എന്താ ചെയ്തത്, ഇവർ രണ്ടുപേരിൽ ആരാണോ ഹയസ്റ്റ് ഡിഗ്രി ഉള്ളത് ആൾ, അയാളുടെ ഡിഗ്രിയാണ് നമ്മൾ ഇനി ജനറേറ്റ് ചെയ്യാൻ പോകുന്ന പോളിനോമിയലിൻ്റെ മാക്സിമം സൈസായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അതാണ് ഇവിടെ എം എന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞേക്കുന്നത്. കുഴപ്പമില്ലല്ലോ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ x1 എന്നുള്ള പോളിനോമിയലിൻ്റെ ഐയും പിന്നെ x2 എന്നുള്ള പോളിനോമിയലിൻ്റെ ജെയും അല്ലേ, അതായത് 2 ഇൻഡെക്സുകളല്ലേ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആൻസർ ഇരിക്കുന്ന പോളിനോമിയൽ നമ്മളതിനെ x3 എന്ന് വിളിക്കുവാണെങ്കിൽ x3 ഓഫ് കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അല്ലേ. ഇനി ഐയും ജെയും കെയും എങ്ങനെയാണ് മാറുന്നത്, ഐയുടെ വാല്യൂ 0 ആയിരിക്കുമ്പോൾ ജെയുടെ വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കണം, കെയുടെ വാല്യൂ എന്തായിരിക്കണം, 0 ആയിരിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ പോയി ഓരോ തവണയും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഐയും ജെയും കെയും റിപ്പീറ്റ് ചെയ്ത് ഒരേപോലെ വേണം ചേഞ്ച് ചെയ്ത് വരാൻ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യമേ എവിടെ വരെ ഈ ഐയും ജെയും കെയും ചേഞ്ച് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇവരിൽ ആരെങ്കിലും ഒരാൾ, എനിക്ക് 2-3 പേരുടെ ഇൻഡെക്സ് ഒരേപോലെയല്ലേ ചേഞ്ച് ആവുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പറ്റീഷന് കൊടുക്കാം. നമ്മൾ എപ്പോൾ വരെ റിപ്പീറ്റ് ചെയ്യണം, നമ്മളുടെ ഈ ഒന്നെങ്കിൽ ഐന്നോ ജെന്നോ കെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വാല്യൂ വേണം കൊടുക്കാം. അത് ലെസ് ദാൻ എവിടം വരെ പോകണം, അല്ലെങ്കിൽ ഈക്വൽ ടു എവിടം വരെ പോകണം, നമ്മുടെ ഈ ഒരു ഹയസ്റ്റ് ഡിഗ്രി ആരാണോ ഹയസ്റ്റ് ഡിഗ്രി വരെ. അതായത് നമുക്കിപ്പോൾ 2 പോളിനോമിയൽ ഉണ്ടെങ്കിൽ ആ പോളിനോമിയലിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത് 4 ആണെങ്കിൽ 4 ആകുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രോസസ്സ്, ഈ ഐയും ജെയും കെയും ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, ഒന്നും കൂടെ എഴുതാവേ. മാക്സിമം വാല്യൂ ആയതുകൊണ്ടാണ് എം എന്ന് എഴുതിയേക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പുതിയ റിസൾട്ടിങ് പോളിനോമിയൽ കണ്ടുപിടിക്കണം അല്ലേ. സോ നമ്മളതിനെ x3 എന്ന് വിളിച്ചു. അപ്പോൾ x3 ഓഫ് കെ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കയ്യിലുള്ള ആദ്യത്തെ പോളിനോമിയൽ x1 എന്ന് വിളിച്ചു. x1 ഓഫ് ഐയും പിന്നെ ആരുമായിട്ടാണ് ആഡ് ചെയ്യേണ്ടത്, x2 ഓഫ് ജെയും തമ്മിൽ വേണം ആഡ് ചെയ്യാനായിട്ട് അല്ലേ. x1 ഓഫ് ഐയും x2 ഓഫ് ജെയും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, നമുക്കൊരു റിസൾട്ടിങ് മെട്രിക്സ് കിട്ടും, റിസൾട്ടിങ് പോളിനോമിയൽ ഒരു അറേ കിട്ടും. ആ പോളിനോമിയൽ നമ്മൾ വിളിച്ച പേരെന്താണ്, x3 എന്ന് വിളിച്ചു. അപ്പോൾ രണ്ടും കൂടെ ആഡായി നമ്മുടെ ആൻസർ നമ്മുടെ കയ്യിലിരിപ്പുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്, ഈ അഡീഷൻ്റെ സമയത്ത് ആരൊക്കെ അപ്ഡേറ്റ് ചെയ്യണം, ഐയും ജെയും കെയും എല്ലാം അപ്ഡേറ്റ് ചെയ്യണം. ഐയുടെ അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, i+1. ജെയുടെ അപ്ഡേഷൻ എങ്ങനെയാണ്, j = j+1. കെയുടെ അപ്ഡേഷൻ എങ്ങനെയാണ്, k = k+1. സോ ഇത്രയും സ്റ്റെപ്പുകൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണം. എപ്പോൾ വരെയാണ് വർക്ക് ചെയ്യേണ്ടത്, നമ്മളുടെ ഈ ഐയോ ജെയോ കെയോ ആരെങ്കിലും ഒരാൾ ഹയസ്റ്റ് ഡിഗ്രി ആവുന്നവരെ. ഈ എം എന്ന് പറഞ്ഞാൽ എന്താണ്, ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ, അതായിരിക്കും നമ്മുടെ റിസൾട്ടിങ് മെട്രിക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ നോർമൽ മെട്രിക്സ് അഡീഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏത് പാറ്റേൺ യൂസ് ചെയ്യുവാണെങ്കിൽ അറേ വെച്ചിട്ടാണ് നമ്മൾ 2 മെട്രിക്സ് അഡീഷനിൽ 2 പോളിനോമിയൽസിനെ നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പാറ്റേൺ എങ്ങനെയായിരിക്കും അഡീഷൻ. ഇവിടെ നമ്മൾ എടുക്കുന്ന എന്താണ്, പോളിനോമിയലാണ്. പോളിനോമിയലിനെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 2 പോളിനോമിയൽസ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹയസ്റ്റ് ഡിഗ്രി നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഡിഗ്രിയിൽ ഒരു പോളിനോമിയലിനെ നമ്മൾ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ആ പോളിനോമിയലിൻ്റെ എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും സെറ്റ് ആവുന്നത്, ഫസ്റ്റ് പോളിനോമിയലിൻ്റെ ആദ്യത്തെ ഇൻഡെക്സിലുള്ള വാല്യൂ അല്ലെങ്കിൽ ആദ്യത്തെ എക്സ്പോണൻ്റ് ഈക്വലായി വരുന്ന വാല്യൂ, രണ്ടാമത്തെ പോളിനോമിയലിൻ്റെ സെയിം എക്സ്പോണൻ്റ് ഈക്വൽ ആയിരിക്കണം. അത് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് നമ്മുടെ റിസൾട്ടിങ് പോളിനോമിയലിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, നമ്മൾ നോർമലി മാത്തമാറ്റിക്കലിൽ ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു പ്രോസസ്സും. ഇങ്ങനെ ഓരോ ലൊക്കേഷൻസും ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകും. എപ്പോൾ വരെയാണ് ഈ പോളിനോമിയലിനകത്തുള്ള എല്ലാ എലമെൻറ്റ്സും നമ്മുടെ അറേയിലേക്ക് ആഡ് ചെയ്ത് വരുന്നത് വരെ. ഓക്കെ, സോ അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു പോളിനോമിയലിൻ്റെ ഒരു സ്യൂഡോ കോഡ് ഒന്ന് നോക്കിക്കേ. നമ്മൾ ആദ്യം ബിഗിൻ ചെയ്തു. നമുക്ക് എന്ത് വേണം, 2 അറേസ്. ഇവർ ABC എന്നാണ് വിളിച്ചേക്കുന്നത്. നമ്മൾ എടുത്തിരുന്നത് എന്തായിരുന്നു, x1 x2 x3 ആയിരുന്നു. എനിക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം. A എന്നുള്ളൊരു അറേ, B എന്നുള്ളൊരു അറേ, C എന്നുള്ള അറേ. ഇഷ്ടമുള്ള പേര് കൊടുക്കാവേ, അതിനകത്തൊന്നും ഇനി കൺഫ്യൂഷൻസ് വിചാരിക്കരുത്. C ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് ഏകദേശം അറിയാൻ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്. പിന്നെ നമുക്ക് ഇനി n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹയസ്റ്റ് ഡിഗ്രിയാണ് എന്നിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. ഐയും ജെയും കെയും എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഐ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ നമുക്ക് ഫസ്റ്റ് പോളിനോമിയലിനെ ഐട്രേറ്റ് ചെയ്യാനും, ജെ എന്നുള്ള വേരിയബിൾ സെക്കൻഡ് പോളിനോമിയലിനെ അല്ലെങ്കിൽ സെക്കൻഡ് അറേ ഐട്രേറ്റ് ചെയ്യാനും, ദെൻ കെ എന്നുള്ള വാല്യൂ എന്തിനു വേണ്ടിയിട്ടാണ്, തേർഡ് പോളിനോമിയൽ അല്ലെങ്കിൽ തേർഡ് അറേയെ നമ്മൾ ഐട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അറേ യൂസ് ചെയ്തേക്കുന്നത്, കെ യൂസ് ചെയ്തേക്കുന്നത്. ഇൻപുട്ട് n എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ 2 പോളിനോമിയൽസിനെ തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി തരുവാണെങ്കിൽ അതിൽ ആർക്കാണോ ഹയസ്റ്റ് ഡിഗ്രി ഉള്ളത് അതായിരിക്കും നമ്മൾ എന്നിൽ ആദ്യം യൂസറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വയ്ക്കും. അല്ലെങ്കിൽ നമുക്കത് കമ്പ്യൂട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.
ഇപ്പോൾ നമ്മൾ വാങ്ങിച്ച് വെക്കുകയെന്നങ്ങ് വിചാരിച്ചോ, അപ്പോൾ കുറച്ചുകൂടെ സേഫ് ആയില്ലേ. എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഇതിനകത്തുള്ള ഫസ്റ്റ് പോളിനോമിയൽ അല്ലെങ്കിൽ ഫസ്റ്റ് പോളിനോമിയലിനകത്തുള്ള കോഎഫിഷ്യൻസിനെ നമുക്ക് അറയിലേക്ക് ഫില്ല് ചെയ്യണം ആണല്ലോ. അപ്പോൾ നമ്മുടെ ടോട്ടൽ അറയുടെ സൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതാണോ ഹയസ്റ്റ് ഡിഗ്രി അത്രയും നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തു, i = 0 to n വരെ പോയി. i ആയാലും j ആയാലും എവിടം വരെ പോകണം, n വരെ പോകണം. കാര്യം n ആണ് ഹയസ്റ്റ് ഡിഗ്രി. അപ്പോൾ ഇൻപുട്ട് a of i. അപ്പം ഫസ്റ്റ് അറേ സെറ്റായി, അതായത് ഫസ്റ്റ് പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം ആഡ് ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ദെൻ സെക്കൻഡ് പോളിനോമിയൽ സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ സെക്കൻഡ് പോളിനോമിയലിനകത്തുള്ള എലമെൻറ്റ്സിനെ നമ്മൾ അറയിലേക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തു, നമ്മുടെ സെക്കൻഡ് പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസിനെ എൻ്റർ ചെയ്യാൻ പറഞ്ഞു. അവിടെയും നമ്മൾ ലിമിറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ നിന്നാണ് 0 മുതൽ n വരെയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്തു, b of j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് അറേ അവിടെ സെറ്റായി. അപ്പം a of i എന്നുള്ള ഫസ്റ്റ് അറേ സെറ്റായപ്പോൾ ഫസ്റ്റ് പോളിനോമിയൽ നമ്മുടെ കയ്യിലുണ്ട്, പോളിനോമിയൽ അല്ലേ. ഇനി ബി ഓഫ് ജെ സെറ്റ് ആകുമ്പോഴേക്ക് എന്ത് സംഭവിക്കും, നമുക്ക് സെക്കൻഡ് പോളിനോമിയലാണ് ബി ഓഫ് ജെയിലേക്ക് സെറ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, സെക്കൻഡും തീർന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്താ ആഡ് ചെയ്യേണ്ടത്, നമുക്ക് പുതിയൊരു സി ഓഫ് കെ എന്നുള്ളൊരു അറയിലേക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമ്മളുള്ള ഫസ്റ്റ് അറേ ആരാണ്, എ ഓഫ് ഐയും സെക്കൻഡ് അറേ ആരാണ്, ബി ഓഫ് ജെയും കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഇവിടെ ഐക്കും ജെയ്ക്കും കെയും വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ വരെയാണ് ഐയും ജെയും കെയും പോകുന്നത് ആണല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, 4k 0 to n വരെ നമ്മൾ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സി ഓഫ് കെ ഈസ് ഇക്വൽ ടു എ ഓഫ് കെ പ്ലസ് ബി ഓഫ് കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എയുടെയും സെപ്പറേറ്റ് ചെയ്ത് എഴുതുകൊണ്ട് കുഴപ്പമുണ്ടോ, എയുടെയും ബിയുടെയും ഇൻഡെക്സുകൾ അനുസരിച്ചിട്ടാണ് സിയുടെ ഇൻഡെക്സ് മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത പോലെ തന്നെ എന്ത് കൊടുക്കാം, ഐയും ജെയും വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, ഐയുടെ വാല്യൂവും ജെയുടെ വാല്യൂവും കെയുടെ വാല്യൂവും ഒരുപോലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ജസ്റ്റ് എ ഓഫ് കെ വെച്ചിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്, എ ഓഫ് കെ പ്ലസ് ബി ഓഫ് കെ. മനസ്സിലായോ? ഇത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സിമ്പിളാക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ വേരിയബിൾ യൂസ് ചെയ്തത്. കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഫോർ i 1 to n ആവുന്നത് വരെ, അല്ലെങ്കിൽ ഫോർ j 0 to n ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, സി ഓഫ് കെയിൽ സെറ്റ് ചെയ്യണം. എ ഓഫ് ഐ പ്ലസ് ബി ഓഫ് ജെ എന്ന് എഴുതിയിട്ട് i is equal to i plus 1, then j is equal to j plus 1, then k is equal to k plus 1 എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ എന്താ ഒരു കണ്ടീഷൻ വേണമെങ്കിൽ എഴുതാം, എന്താ, while i ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. നമ്മുടെ m അല്ലേ നമ്മുടെ മാക്സിമം സൈസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഐയോ ജെയോ കെയോ ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. എല്ലാവരും ഒരേപോലെ ചേഞ്ച് ആവുന്നത്. ഇനിഷ്യലി ഐയും ജെയും കെയും എന്തായിരിക്കണം, ഐയും ജെയും കെയും എന്തായിരിക്കണം, ജെ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം, കെ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ഇങ്ങനെ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അല്ല എങ്കിൽ നമുക്ക് ഇതെല്ലാം ഒറ്റ അടിക്ക് ഒറ്റ വേരിയബിൾ വെച്ചിട്ട് നമുക്കിതിനെ ഫുള്ളി ഐട്രേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്, സി ഓഫ് കെ ഈസ് ഈക്വൽ ടു എ ഓഫ് കെ പ്ലസ് ബി ഓഫ് കെ, അങ്ങനെ എൻഡ് ഫോർ. അപ്പോൾ ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, ഒരു രണ്ട് പോളിനോമിയൽസ് തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ മെട്രിക്സിൽ ആഡ് ചെയ്തതുപോലെ തന്നെ എടുത്ത് ആ രണ്ട് പോളിനോമിയൽസിനെ തമ്മിൽ അറയിൽ വെച്ച് ആഡ് ചെയ്ത് റിസൾട്ടിങ് ആയിട്ടുള്ള പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, സി ഓഫ് കെയിൽ ഇരിപ്പുണ്ട്. കോഎഫിഷ്യൻസ് മാത്രമാണ് വരിക. എക്സ്പോണൻ്റ് എല്ലാവർക്കും എങ്ങനെയായിരിക്കും, ഐ ജെ കെ എന്നുള്ള വാല്യൂസ് വെച്ച് നമ്മൾ ഐട്രേറ്റ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത്.